ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ആയിട്ടാണ്. 1 ഇയർ ബേബിക്കൊക്കെ കണക്കാവുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കോട്ടൻ്റെ ലൈനിങ്ങിലാണ് ഫസ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ബാക്കി മെയിൻ ക്ലോത്തൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ പോർഷൻ 1/2 ഇഞ്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ പോർഷനേക്കാളും 1/2 ഇഞ്ച് കൂടുതലായിരിക്കണം ബാക്കിലത്തെ പോർഷൻ എടുക്കാനുള്ളത് കേട്ടോ. അറിയാൻ വേണ്ടി ഇത് ബാക്കെന്നും ബി എന്ന് എഫ് എന്നും എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ പോർഷൻ ഈ ഒരു ലൈൻ വരച്ചില്ലേ 1/2 ഇഞ്ചിൻ്റെ, ആ ഒരു ലൈനിൻ്റെ പുറത്തെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്യണത് നമ്മൾ എല്ലാ മാർക്കും ചെയ്യണത് ഈ 1/2 ഇഞ്ച് ഉൾപ്പെടുത്തൽ ഈ ഫ്രണ്ടിലത്തെ പോർഷൻ ഇല്ലേ, ആ ഫ്രണ്ടിലത്തെ പോർഷൻ്റെ അവിടെ വെച്ച് വേണം എല്ലാം നമ്മൾ മെയിനായിട്ട് മാർക്ക് ചെയ്തെടുക്കാനുള്ളത്. ആ 1/2 ഇഞ്ച് നിങ്ങൾ കൂട്ടേ വേണ്ടേ. അപ്പോൾ നമ്മൾ ഷോൾഡർ എടുത്തിട്ടുള്ളത് 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആം ഹോൾ റൗണ്ട് ചെയ്യാൻ വേണ്ടി 1 ഇഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മളിവിടെ സ്ട്രാപ്പാണ് കൊടുക്കുന്നത്, ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയല്ല. സ്ട്രാപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ആം ഹോൾ 1 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെസ്റ്റ് അളവ് 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് താഴ്ത്തുമ്പോൾ കൂടെ കൂട്ടി നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നീളവും വീതിയും പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മൾ വീതി എടുത്തിട്ടുള്ളത് 7.5 ഇഞ്ചാണ്. ഇറക്കം 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് റൗണ്ട് 4.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് താഴ്ത്തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 2 ഇഞ്ച് താഴ്ത്തുമ്പ് ഇടുന്നത് കുറച്ചും കൂടെ വലുതായ നമുക്ക് ലൂസാക്കി ഇടാം. ആ ഒരു കണക്കിനാണ് ഞാൻ 2 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5യോ 1 ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ സ്ട്രാപ്പിൻ്റെ അളവാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ആ 2 ഇഞ്ച് കഴുത്ത് വിട്ട് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 1 ഇഞ്ച് ഫ്രണ്ടിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്ട്രാപ്പിൻ്റെ അളവ് 1 ഇഞ്ച്. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ചെസ്റ്റ് അളവ് കറക്റ്റ് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടോട്ട് ഇതുപോലെ ആം ഹോൾ റൗണ്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് സ്ട്രാപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂട്ടുമെങ്കിൽ കൂട്ടാം. ഞാൻ ഇപ്പോൾ 1 ഇഞ്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. 1 ഇഞ്ചാണ് കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് കഴുത്തൊന്ന് ഇറക്കിയൊന്ന് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയറിന് ഇതുപോലെ വെച്ചിരുന്നാലും മതി, വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വെട്ടണമെങ്കിൽ ഇവിടെ ഞാൻ 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ വേസ്റ്റിൻ്റെ അവിടെയും മുകളിലോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടുപ്പിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. സ്ട്രെയിറ്റ് ഇരിക്കാതെ കുറച്ചത് കർവ് പോലെ ഇരിക്കുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ മെയിൻ ക്ലോത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഓർഗൻസ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് കുറച്ച് വെട്ടാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോട്ടണിൽ വെട്ടിയിട്ട് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് അളവിന് ഇതുപോലെ വെട്ടിയെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിലും നമ്മൾ ലൈനിങ്ങിൽ വെട്ടിയെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർഗൻസ മെറ്റീരിയൽ ഫ്രണ്ടിലത്തെ പോർഷൻ കുറച്ച് കൂടുതൽ ഇറക്കത്തിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. വർക്ക് ചെയ്യണ തുണി ഇതുപോലെ വെട്ടിയെടുക്കുമ്പോൾ മെയിൻ മാർക്കിങ്ങിനേക്കാളും 1.5 ഇഞ്ചൊക്കെ കൂടുതൽ മെയിൻ ക്ലോത്ത് വെട്ടിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ തുണി തികയില്ല, മെയിൻ ക്ലോത്ത് തികയാതെ വരുവേ. പിന്നെ ഇതിൻ്റെ വിഡ്ത്തും സ്ട്രാപ്പിൻ്റെ വിഡ്ത്തും ഒക്കെ ഞാൻ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ലൈനിങ്ങിൽ വേറെ ലൈനിങ് നമ്മൾ സാറ്റിൻ്റെ ലൈനിങ്ങിലായിരുന്നാലും മെയിൻ ക്ലോത്തിനായിരുന്നാലും ഏത് ലൈനിങ്ങിൽ എടുത്താലും അതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതുപോലത്തെ ഇതാണ് സാറ്റിന് എടുത്തിട്ടുള്ളത്. നമ്മൾ സാറ്റിന് പെർ മീറ്റർ വരുന്നത് 110 രൂപയാണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. അത് നമ്മൾ കുറഞ്ഞൊക്കെ എടുക്കുമ്പോൾ സൈഡിൽ നിന്ന് പിന്നിയൊക്കെ പോവില്ലേ, ഇത് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. കറക്റ്റ് വെട്ടിയെടുത്താൽ അതേപോലെ അങ്ങ് ഇരിക്കും. ഇത് പിന്നെ നമ്മൾ 2 മീറ്ററാണ് എല്ലാം വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഉടുപ്പിന് പോയിട്ട് ബാക്കി ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ സ്കേർട്ടിനായിട്ട്. അപ്പോൾ സ്കേർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് അതായത് ഓർഗൻസയുടെ ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചാണ്. വിഡ്ത്ത് ഞാൻ പറഞ്ഞില്ലേ ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാറ്റിൻ നമ്മൾ മെയിൻ ക്ലോത്തിനേക്കാളും 1 ഇഞ്ച് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ് എല്ലാം മെയിൻ ക്ലോത്തിനേക്കാളും 1 ഇഞ്ച് കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് സ്ട്രാപ്പാണ് കേട്ടോ. സ്ട്രാപ്പ് ഞാൻ കറക്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു 8 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. താഴ്ത്തുമ്പോൾ കൂടെ കണക്കാക്കിയാണ്, ഇത്രയും വേണ്ട. പക്ഷേ കുറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. കറക്റ്റ് ഒരു 6 ഇഞ്ചൊക്കെ മതിയേ. 1 ഇയർ ബേബിക്കൊക്കെ 6 ഇഞ്ച് മതി. ഇപ്പം ഞാൻ 8 എടുത്തിട്ടുണ്ട്, താഴ്ത്തുമ്പോൾ കൂടെ കണക്കാക്കി. അതുപോലെ തന്നെ നമ്മൾ സാറ്റിനും കോട്ടനും എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ വെച്ചടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
വച്ചടിച്ചിട്ട് മറിച്ചിടുമ്പോൾ നമ്മൾ കട്ടി തോന്നും. അതുകൊണ്ടാണ് വീതി 4 ഇഞ്ച് എടുത്തിട്ടുള്ളത് സ്ട്രാപ്പിന്. അതായത് 8 ഇഞ്ച് ലെങ്ത്തും എടുത്തിട്ടുണ്ട്, വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ്. പിന്നെ ഇത് നമ്മൾ പാവാടയ്ക്കുള്ളതാണ് എടുക്കുന്നത്. പാവാടയ്ക്ക് ഇതുപോലെ സാറ്റിൻ 2 മടക്കിയതിന് ശേഷം 13.5 ഇഞ്ച് ലെങ്ത് എടുക്കുന്നുണ്ട്, വിഡ്ത്ത് 4 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ 2 പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. 2 പീസ് ഇതുപോലെ എടുക്കുന്നുണ്ട്, ഫ്രണ്ടിലത്തെ പോർഷനും ബാക്കിലത്തെ പോർഷനും വേണ്ടേ, അതുകൊണ്ട് 2 പീസാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും നമ്മൾ കോട്ടൻ്റെ ലൈനിങ്ങും വയ്ക്കുന്നുണ്ട്, സാറ്റിൻ്റെ ലൈനിങ്ങും വയ്ക്കുന്നുണ്ട്, മെയിൻ ക്ലോത്തും ഓർഗൻസയും വയ്ക്കുന്നുണ്ട്. അപ്പോൾ വയ്ക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ സാറ്റിന് എടുത്ത് വെച്ചതിന് ശേഷം മെയിൻ ക്ലോത്ത് അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കോട്ടൻ്റെ ലൈനിങ് എടുത്ത് വച്ചതിന് ശേഷം സ്ട്രാപ്പ് അതിന് മുന്നേ അടിച്ച് വയ്ക്കണേ. എന്നിട്ട് നമ്മൾ ഈ സ്ട്രാപ്പിൻ്റെ അവിടെ അടിച്ച് വരുമ്പോൾ സ്ട്രാപ്പ് അകത്തൂടെ കയറ്റി വച്ചിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത്, ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്യില്ല, നമ്മൾ ഈ ഷേപ്പ് അടിക്കില്ല, ആ ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്യാതെ ബാക്കി എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടെടുത്താൽ മതിയേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എന്തോന്നെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബായ്.